ഹായ് ഡിയർ. കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിലെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ ലൈറ്റിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് റിഫ്ലക്ഷൻ എന്ന്. അപ്പൊ എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്മൂത്ത് സർഫസിലേക്ക് ലൈറ്റ് വന്ന് വീഴുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ആ ലൈറ്റ് ആ സർഫസിൽ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് പോകും, അഥവാ റിഫ്ലക്ട് ചെയ്ത് പോകും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ റിഫ്ലക്ഷനെ കുറിച്ച് പഠിക്കാനായിട്ട് ജസ്റ്റ് ഇതാണ് ഒരു സ്മൂത്ത് സർഫസ് എങ്കിൽ അതിന് നോർമൽ അഥവാ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കും. എന്നിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എത്ര ആംഗിൾ നീങ്ങിയാണ് ഇൻസിഡന്റ് ചെയ്യുന്നത്, എത്ര ആംഗിൾ നീങ്ങിയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പം ഇതാണ് നോർമൽ എങ്കിൽ ഈ നോർമലും ഇൻസിഡന്റ് ചെയ്യുന്ന റേയും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ എന്ത് പറയും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയും. ആൻഡ് നോർമലും റിഫ്ലക്ട് ചെയ്യുന്ന ആംഗിളും ഇടയ്ക്കുള്ള ആംഗിളിനെ നമ്മൾ ആർ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. ആൻഡ് ഈ വരുന്ന റേനെ നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഇൻസിഡന്റ് റേ. ആൻഡ് പോകുന്ന ഇവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് പോകുന്ന റേനെ നമ്മൾ എന്ത് പറയും? റിഫ്ലക്റ്റഡ് റേ. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറയുന്ന രണ്ട് പോയിന്റ്സ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആറിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതും 45 ഡിഗ്രി ആയിരിക്കും. ഇൻസിഡന്റ് ചെയ്യുന്നത് ഒരു 45 ഡിഗ്രിയിലാണെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നതും 45 ഡിഗ്രിയിൽ തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ സെക്കൻഡ് ആയിട്ട് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും നോർമലും എല്ലാം ലൈ ചെയ്യുന്നത് സെയിം പ്ലെയിനിൽ തന്നെ ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലെയിൻ മിററിനെ കുറിച്ചാണ്. പ്ലെയിൻ മിററിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ ഒബ്ജക്റ്റ് എത്രയാണോ അതിന്റെ അതേ സെയിം സൈസിൽ തന്നെയായിരിക്കും നമ്മൾ എന്ത് കാണുന്നത്? ഇമേജ് കാണുന്നത്. ഇപ്പൊ നമ്മൾ മിററിൽ കാണുവാണെങ്കിൽ നമ്മൾ എത്ര സൈസ് ആണോ ആ സൈസിൽ തന്നെയായിരിക്കും നമ്മൾ ഇമേജ് കാണുന്നത്. ആൻഡ് അതുപോലെ നമ്മൾ എത്ര ഡിസ്റ്റൻസിലാണോ നിൽക്കുന്നത് അതേ ഡിസ്റ്റൻസിൽ തന്നെയായിരിക്കും ഇമേജ് മിററിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതായത് ഇപ്പൊ ഞാനൊരു 10 സെന്റിമീറ്റർ മാറിയാണ് ഒബ്ജക്റ്റിനെ വെച്ചിരിക്കുന്നതെങ്കിൽ ഇമേജിൽ നമ്മൾ നോക്കുമ്പോൾ മിററിന്റെ അകത്ത് കാണുന്ന ഇമേജും അങ്ങനെ തന്നെയായിരിക്കും, ഒരു 10 സെന്റിമീറ്റർ ദൂരം നിൽക്കുന്ന പോലെ തന്നെയായിരിക്കും നമുക്ക് തോന്നുന്നത്. സോ സൈസ് സെയിം ആണ്, ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസും ഒബ്ജക്ട് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ആൻഡ് ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കണ്ണാടി നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് ആയിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് ആയിട്ടും ആയിരിക്കും നമ്മൾ ഇമേജിൽ കാണുന്നത്. സോ ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും, അതായത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് ആയിട്ടും റൈറ്റ് സൈഡ് ലെഫ്റ്റ് ആയിട്ടും ആയിരിക്കും കാണുന്നത്. ഇത് മൂന്നുമാണ് പ്ലെയിൻ മിററിന്റെ പ്രത്യേകതകളായിട്ട് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് സ്പെറിക്കൽ മിറേഴ്സ്. അപ്പൊ സ്പെറിക്കൽ മിറേഴ്സ് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് മിറേഴ്സും ഉണ്ട്, കോൺവെക്സ് മിററും കോൺകേവ് മിററും. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്? ഒരു സ്പിയറിന്റെ ഒരു പാർട്ട് പോലെയാണ് ഈ കോൺവെക്സ് മിറർ ആണെങ്കിലും കോൺകേവ് മിറർ. അതായത് ഇതിപ്പോ ഒരു ഫുൾ സ്പിയർ ആണെങ്കിൽ ആ സ്പിയറിന്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ ഒരു ചെറിയ കർവ് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ അതെങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു പോർഷൻ, അതാണ് കോൺവെക്സ്. അങ്ങനെയാണ് കോൺവെക്സ് മിററും കോൺകേവ് മിററും ഇരിക്കുന്നത്. സോ അപ്പൊ നമ്മൾ ഒരു മിറർ വരയ്ക്കുമ്പോഴേക്കും ജസ്റ്റ് ഒരു സ്പിയറിന്റെ ഒരു ചെറിയ കർവ് പോർഷൻ, അതാണ് കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺവെക്സ് മിറർ, ഏതാണെങ്കിലും ഒരു സ്പിയറിന്റെ ഒരു കർവ് പോർഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി മിറർ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ സൈഡ് ഷെയ്ഡ് ചെയ്യണം. അതൊന്നും നമുക്ക് MCQ ലെവൽ എക്സാംസിനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി മിററിന്റെ അകത്ത് ഉള്ള പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. ഈ മിററിന്റെ സെൻട്രൽ പോയിന്റിനെ നമ്മൾ എന്ത് പറയും? പോൾ എന്ന് പറയും. ഓക്കെ, ഇനി പോളിന്റെ അവിടെ നിന്നാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് പോളിൽ കൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. ദെൻ ഇവിടെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ് ഈ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, ഇതൊരു സ്പിയർ ആണ്, ആ സ്പിയറിന്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തതാണ് കോൺകേവ് മിറർ എന്ന്. അപ്പൊ അങ്ങനെയാണ് ആ സ്പിയർ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ അതിനൊരു സെന്റർ ഉണ്ടാവുമല്ലോ. ആ സെന്റർ ആണ് എന്ത്? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് ഇതിന്റെ കറക്റ്റ് സെന്റർ പോർഷൻ ഏതാണോ അതാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഇനി ഇതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഫോക്കസിലായിരിക്കും ഒരു മിററിലെ ലൈറ്റ് റേസ് എല്ലാം, ഒരു മിററിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് എല്ലാം കൂടി വന്ന്
മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഫോക്കസിന് ഒരു പ്രത്യേകതയുണ്ട്, അത് സെന്റർ ഓഫ് കർവേച്ചറിന്റെയും പോളിന്റെയും കറക്റ്റ് സെന്റർ പോയിന്റിലായിരിക്കും, കറക്റ്റ് മിഡിലായിരിക്കും ഫോക്കസ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ട് ഡിനോട്ട് ചെയ്യും. ആൻഡ് ഫോക്കസിൽ നിന്ന് പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അതിനെ സ്മോൾ ലെറ്റർ F കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോണം, സ്മോൾ ലെറ്റർ F കൊണ്ടാണ് ഫോക്കൽ ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്നത്, അതേസമയം ഫോക്കസിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ F കൊണ്ടായിരിക്കും. ഇതേ കാര്യങ്ങൾ തന്നെയാണ് കോൺവെക്സ് മിററിലും. സി എന്ന് പറയുന്ന സെന്റർ ഓഫ് കർവേച്ചർ, ഇതിന്റെ മിഡ് പോയിന്റ് ഫോക്കസ്, ആൻഡ് അതിന്റെ ഈ കർവിന്റെ സെന്റർ പോയിന്റ് ആണ് പോള്. ഈ ലൈൻ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുന്ന ആ ലൈനിനെ നമ്മൾ എന്ത് പറയും? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. ഇനി മിററിൽ നമ്മൾ പിന്നീടായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഓരോ പൊസിഷനിലും നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ കോൺകേവ് മിററിലാണ് നമുക്ക് 6 കേസസ് പഠിക്കാനുണ്ട്, കോൺവെക്സിലാണെങ്കിൽ 2 കേസസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇപ്പൊ ബിയോണ്ട് സിയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യും? ഈ ഓപ്ഷൻസ് എല്ലാം തരും, എന്നിട്ട് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ബിയോണ്ട് സിയിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, ഒബ്ജക്റ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഡിമിനിഷ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്, അങ്ങനെ ഒരു ഓപ്ഷൻ തരാം. എന്നിട്ട് സെയിം സൈസ്, വെർച്വൽ ആൻഡ് ഇൻവേർട്ടഡ്, അങ്ങനെ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് തരാം. എന്നിട്ട് അതിൽ ഏതാണ് കറക്റ്റ്? സോ ഈ പോർഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിരിക്കണം. അപ്പൊ ബിയോണ്ട് സി ആണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ മിറർ ഇമേജ് ഫോം ചെയ്യുന്നത് ബിറ്റ്വീൻ F ആൻഡ് C ആയിരിക്കും. അതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ആൻഡ് അതിന്റെ പ്രോപ്പർട്ടി എന്താ? റിയൽ ആയിരിക്കും, സ്ക്രീനിലാണ് നമ്മൾ ഇമേജ് കാണുന്നത്. ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, തലതിരിഞ്ഞുള്ള ഇമേജ് ആയിരിക്കും. ഇനി അറ്റ് സിയിലാണെങ്കിലോ? അറ്റ് സിയിൽ തന്നെ ആയിരിക്കും ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നത്. സെയിം സൈസ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഈ ഫിഗർ പഠിക്കണമെന്നില്ല, പക്ഷെ ഓരോ സ്ഥലത്തും ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, അതിന്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, സൈസ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിരിക്കണം. ബിറ്റ്വീൻ C ആൻഡ് F ആണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെ? ബിയോണ്ട് C ആണ്, അത് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. അറ്റ് F ആണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് അറ്റ് ഇൻഫിനിറ്റി ആണ്, ഹൈലി എൻലാർജ്ഡ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ഒരു പോയിന്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്, അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ നിന്നാണ് ലൈറ്റ് റേസ് വരുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലായിരിക്കും. സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും, പോയിന്റ് സൈസ്ഡ് അല്ലെങ്കിൽ ഹൈലി ഡിമിഷ്ഡ് എന്ന് പറയാം, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി ഇതാണ് ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത്. സോ അതിനൊരു കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോണം. ബിറ്റ്വീൻ F ആൻഡ് P ആണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും, സ്ക്രീൻ മിററിന്റെ അകത്തായിരിക്കും നമ്മൾ ഇമേജ് കാണുന്നത്. അപ്പൊ കോൺകേവ് മിററിൽ ഇമേജ് വെർച്വൽ ആൻഡ് വെർച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? മിററിന്റെ അകത്ത് ഇമേജ് കാണുന്നത്. റിയൽ എന്ന് പറഞ്ഞാലോ സ്ക്രീനിൽ ഇമേജ് കാണുന്നത്. അപ്പം ഈ മിററിന്റെ അകത്ത് അല്ലെങ്കിൽ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ട് ഇമേജ് കാണുന്ന ഒറ്റൊരു കേസേ ഉള്ളൂ കോൺകേവ് മിററിൽ. അത് ഏതാണ്? ബിറ്റ്വീൻ F ആൻഡ് P ആണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ആൻഡ് ബിറ്റ്വീൻ F ആൻഡ് P ആകുമ്പോൾ ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. വെർച്വൽ, ഇറക്റ്റ് ആൻഡ് എൻലാർജ്. അതേപോലെ വെർച്വൽ, ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് എന്ന് ചോദിച്ച് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കും. ഓപ്ഷൻസ് പലത് കാണും, അപ്പൊ അത് ശ്രദ്ധിച്ചോണം. വെർച്വൽ ഇറക്റ്റ് ആണ്, അതുപോലെ എൻലാർജ്ഡ് ഇമേജ് ആണ്. പിന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് കോൺവെക്സ് മിററും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതായത് കോൺവെക്സ് മിററിൽ രണ്ട് കേസസ് ആണുള്ളത്. രണ്ടും ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. വെർച്വൽ, ഇറക്റ്റ് ആൻഡ് സ്മോൾ ആണ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് പോൾ ഒരു ഡിസ്റ്റൻസിലാണ് വെക്കുന്നതെങ്കിൽ. അതേസമയം ഇൻഫിനിറ്റി എന്നാണ് ലൈറ്റ് റേസ് വരുന്നതെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് വെർച്വൽ, പോയിന്റ് സൈസ്ഡ് ആണ് ഇറക്റ്റ്. ഇത് സ്മോൾ ആയിരിക്കും, പക്ഷെ അതിനേക്കാളും ചെറുതായിരിക്കും ഇൻഫിനിറ്റി എന്ന് വരുന്ന ഇമേജ്. ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇമേജ് പൊസിഷൻ കൂടെ ശ്രദ്ധിക്കുക. ബിഹൈൻഡ് ദ മിറർ, ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ ആയിരിക്കും. ആൻഡ് ഏറ്റവും ഇൻഫിനിറ്റി ആണെങ്കിൽ ബിഹൈൻഡ് ദ മിറർ തന്നെയാണ്, പക്ഷെ അറ്റ് ഫോക്കസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വെർച്വൽ, ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ് ഇമേജ് കാണാൻ പറ്റുന്നത് ഏത് മിററിലാണ്? കോൺകേവിലാണോ കോൺവെക്സിലാണോ? അപ്പം വെർച്വൽ, ഇറക്റ്റ് കോൺവെക്സിലും ഉണ്ട്, കോൺകേവിൽ ഒറ്റ കേസേ ഉള്ളൂ. പക്ഷെ എൻലാർജ്ഡ് ഇമേജ് കാണാൻ പറ്റുന്നത് ഏത് ഇതിൽ മാത്രമാണ്? കോൺകേവിലാണ്. കോൺവെക്സിൽ വെർച്വൽ ഇറക്റ്റ് ആണ്, പക്ഷെ സ്മോൾ സൈസ്ഡ് ഇമേജ് ആയിരിക്കും കോൺവെക്സ് മിററിൽ ഫോം ചെയ്യുന്നത്. കോൺകേവ് മിററിൽ മാത്രമേ എൻലാർജ്ഡ് ഇമേജ് വിത്ത് വെർച്വൽ ആൻഡ് ഇറക്റ്റ് നേച്ചർ ഉള്ള ഇമേജിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇവിടുന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോബ്ലംസ് ആണ്. ഇപ്പൊ പ്രോബ്ലത്തിനായിട്ട് നമ്മൾ മിറർ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. മിറർ ഇക്വേഷൻ എന്താണ്? 1/v + 1/u = 1/f. v എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, ഇമേജ് എത്ര ദൂരത്താണ് ഇരിക്കുന്നത്. ഇപ്പം ഇവിടുന്ന് പോളിൽ നിന്ന് ഇമേജ് എത്ര, ഇതാണ് ഇമേജ് ഡിസ്റ്റൻസ് v എന്ന് പറയുന്നത്.
പോളിൽ നിന്ന് എത്ര ദൂരെയാണ് ഇമേജ് ഇരിക്കുന്നത്. യു എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, പോളിൽ നിന്ന് എത്ര ദൂരെയാണ് ഒബ്ജക്ട് ഇരിക്കുന്നത് യു. എഫ് എന്ന് പറഞ്ഞ ഫോക്കൽ ലെങ്ത്. അപ്പൊ ഇതിൽ രണ്ട് ക്വാണ്ടിറ്റി തന്നിട്ട് മൂന്നാമത്തെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് തരാം. പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൈൻ കൊടുക്കുന്നത് യു വി എഫ്, ഇവർക്ക് മൂന്ന് പേർക്കും സൈൻ. ഇപ്പൊ യു നിങ്ങളോട് പറയാണ് ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ 10 സെന്റിമീറ്റർ ദൂരെയാണ്. 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് 10 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മിററിന്റെ ഫ്രണ്ടിലായിട്ട് 10 സെന്റിമീറ്റർ നീങ്ങിയാണ് ഒബ്ജക്ട് ഇരിക്കുന്നത്. അപ്പൊ യുവിന് എന്ത് വാല്യൂ കൊടുക്കും? യു ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്നല്ല കൊടുക്കേണ്ടത്. കാരണം ഇഫ് ഈ നമ്മൾ റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ലെഫ്റ്റിലേക്കായിരിക്കും എപ്പോഴും ഈ ഒബ്ജക്റ്റ് മിറർ വരയ്ക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോണം, നമ്മൾ എപ്പോഴും ഇങ്ങനെ ലെഫ്റ്റിലേക്കായിരിക്കും മിറർ വരയ്ക്കുന്നത്. ആൻഡ് മിററിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പൊ ഇത് മിറർ ആണെങ്കിൽ ഈ മിററിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒബ്ജക്റ്റ് ആയാലും ഇമേജ് ആയാലും എന്ത് ഡിസ്റ്റൻസും നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? -10 സെന്റിമീറ്റർ കൊടുക്കണം. ഇമേജ് ഫോം ചെയ്യുന്നതും ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണ് എന്ന് പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണെന്ന് പറയുവാണെങ്കിൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പൊ അതും എന്താകും? 15 ആണെങ്കിൽ -15 ആയിരിക്കും. ഫോക്കൽ ലെങ്ത് നോക്കിക്കേ, ഇത് കോൺകേവ് മിറർ ആണ് അല്ലെ? കോൺകേവ് മിററിൽ എല്ലാ കേസിലും ഫോക്കസ് എവിടെ ഇരിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലല്ലേ ഫോക്കസ് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. സോ ഫോക്കൽ ലെങ്ത് കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അതേസമയം കോൺവെക്സ് ആണെങ്കിലോ, കോൺവെക്സിന്റെ കാര്യം നമുക്ക് നോക്കാം. കോൺവെക്സിന്റെ ഫോക്കസ് എവിടെയാണ് വന്നിരിക്കുന്നത്? റൈറ്റ് സൈഡിലാണ്. അപ്പൊ കോൺവെക്സ് ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. എഫ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ്.